ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫി എന്നുള്ള SCERT എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്ര ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്ര ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്? എത്രയാണ്? 5 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. അങ്ങനെ 5 രീതിയിലാണ് നമ്മുടെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏത്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പാമിറാണ് അല്ലേ. പാമിറാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. നമ്മുടെ ഈ പാമീർ പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഹിന്ദുകുഷ്, കുൻലുന്, പിന്നെ ഒന്നും കൂടി ഉണ്ട് ടിയാൻ ഷാൻ. ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഈ 3 പേര് ഓർത്തിരിക്കുക. ഇത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നതാണ്? നമ്മുടെ പാമീർ പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മൂന്ന് പർവ്വതനിരകളാണ് കേട്ടോ. പാമീർ പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന 3 പർവ്വതനിരകളാണ് ഹിന്ദുകുഷ്, കുൻലുൻ, ടിയാൻ ഷാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ പാമീർ എന്ന് പറയുന്ന പർവ്വതനിര വ്യാപിച്ച് കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? അത് ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. പാറ്റ്ക്ക് എന്ന് പഠിച്ചാൽ മതി. പാറ്റ്ക്ക്, PATCK, പാറ്റ്ക്ക് എന്ന് പഠിച്ചാൽ മതി. P ഫോർ പാകിസ്ഥാൻ ആണ്, അഫ്ഗാനിസ്ഥാൻ, പിന്നെ താജിക്കിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ. മനസ്സിലാവുന്നുണ്ടോ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ. ഇത്രയും ഈ 5 രാജ്യങ്ങളിലായിട്ടാണ് നമ്മളുടെ പാമീർ എന്ന് പറയുന്ന പർവ്വതനിര വ്യാപിച്ച് കിടക്കുന്നത്. ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഉത്തരപർവ്വത മേഖലയ്ക്ക് വ്യാപ്തിയുണ്ട്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതാണ് ആൻസർ? കിട്ടുന്നുണ്ടോ? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 മാത്രമാണ് ശരി. നമുക്കറിയാം ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 4ആയിട്ടല്ല 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? ട്രാൻസ് ഹിമാലയം, പിന്നെന്താണ്? കിഴക്കൻ കുന്നുകൾ. അത്തരത്തിൽ 3 തരത്തിലാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കുക കേട്ടോ. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അപ്പോൾ ശരിയായതൊക്കെ നമുക്ക് നോക്കിയാലോ. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമാണ് ഉത്തരപർവ്വത മേഖല നിരകൾ എന്ന് പറയുന്നത്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ടിട്ടുള്ള മടക്ക് പർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഉത്തരപർവ്വത മേഖലയ്ക്ക് വ്യാപ്തിയുണ്ട്. അതുപോലെ തന്നെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ടർ ഹിമാലയം എന്ന് വിളിപ്പേരുള്ളത് ഏത് ഭാഗത്തിനാണ്? ഔട്ടർ ഹിമാലയം എന്ന് വിളിപ്പേരുള്ളത് ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്തിനാണ്? സിവാലിക്കിനെയാണ് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത് കേട്ടോ. സിവാലിക്കിനെയാണ് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ലെസ്സർ ഹിമാലയ ഏതാണ്? ഓപ്ഷൻ ബി ഹിമാചൽ ആണ് കേട്ടോ. ലെസ്സർ ഹിമാലയ ഹിമാചൽ, ഔട്ടർ ഹിമാലയം സിവാലിക്. ഓർത്തിരിക്കണേ. ഔട്ടർ ഹിമാലയം സിവാലിക്, ലെസ്സർ ഹിമാലയ ഹിമാചൽ ആണെന്ന് ഓർത്തിരിക്കുക. ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതോ? ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണെങ്കിൽ ഏതാണ്? ഹിമാദ്രിയാണ് കേട്ടോ. ഹിമാദ്രിയാണ് ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? അത് ഹിമാദ്രിയാണ്. നമുക്കിത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കൊന്ന് വായിക്കാം.
ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്ന് ഹിമാദ്രി അറിയപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എത്രയുണ്ട്? 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാദ്രിയുടെ വീതി എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ് എന്ത് പറയുന്നത്? ഹിമാദ്രി എന്ന് പറയുന്നത്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രി നിരയിലാണ് കേട്ടോ. ഓർത്തിരിക്കുക, മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ്. പിന്നെന്താണ്? ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും എവിടെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഹിമാദ്രി ഭാഗത്താണ് കാണപ്പെടുന്നത്. ഹിമാദ്രി പർവ്വതനിരയിലാണ് കാണപ്പെടുന്നത്. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ലെസ്സർ ഹിമാലയം, ഹിമാചൽ എന്നും അറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതിയായിട്ടുള്ളത്. എവിടെയാണ് അപ്പോൾ ഹിമാചലിൻ്റെ സ്ഥാനം? സിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ലെസ്സർ ഹിമാലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതി ഉള്ളത്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളത് ഏതാണ്? നമ്മുടെ സിവാലിക്കാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സിവാലിക്കാണ് കേട്ടോ. സിവാലിക്കാണ്. ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് സിവാലിക്കിൻ്റെ വീതി എന്ന് പറയുന്നത്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിൽ ഇതിനെ എന്ത് വിളിക്കുന്നു? ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട്. സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് വരുന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു? ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് വരുന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു? ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് വരുന്ന ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ശിലാമണ്ഡലം. ഹിമാലയത്തിൻ്റെ പ്രധാന പർവ്വതനിരകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതാണ് ഓപ്ഷൻ ഡി, ഗാസിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ലഡാക്ക്, പിർപഞ്ചൽ, സസ്കർ, ഒന്നും കൂടിയുണ്ട് കാരക്കോറം. ഇതും കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ലഡാക്ക്, പിർപഞ്ചൽ, സസ്കർ, കാരക്കോറം അറിഞ്ഞിരിക്കുക കേട്ടോ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം ഏറെ കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറമാണ് അല്ലേ. മൗണ്ട് കേറ്റു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിനാണ് കേട്ടോ. സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. കാശ്മീർ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കാശ്മീർ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ്? മർഗ് എന്നുള്ള പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. കാശ്മീർ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മർഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കണേ, മർഗ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. കാശ്മീർ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മർഗ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ച ചുരമാണ് കേട്ടോ. ബാരാലാച്ചാല ചുരമാണ്. അതിലൊരു ലായും കൂടെ കൊടുത്തിട്ടുണ്ട്. ബാരാലാച്ചാല ചുരമാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. ഗണ്ഡ്വാൾ മേഖലയിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ ഏവ? ഗണ്ഡ്വാൾ മേഖലയിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ ഏവ? ഓപ്ഷൻ സി, ബുഗ്യാലാണ് കേട്ടോ. ഗാണ്ഡ്വാൾ മേഖലയിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്ന് പറയുന്നത് കേട്ടോ. മാർഗും ബുഗ്യാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഗാണ്ഡ്വാൾ മേഖലയിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ എന്ത് പറയുന്നു? ബുഗ്യാൽ എന്നാണ് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഹിമാലയൻ നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഹിമാലയൻ നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത്. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? സിന്ധു, ഗംഗ, സത്ലജ് എന്നിവ എന്ത് സൃഷ്ടിക്കുന്നു? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സിന്ധു, ഗംഗ, സത്ലജ് എന്നീ നദികൾ
ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഹിമാലയൻ നദികളാണ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന തടാകം ഏത്? കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന തടാകം ഏത്? ഏതാണ്? ദാലാണ് അല്ലേ. ദാലാണ് എല്ലാവർക്കും അറിയാം അല്ലേ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന തടാകം ഏതാണ്? ദാലാണ്. ഷിക്കാര ഒക്കെ ഉള്ളത് എവിടെയാണ്? ദാലിലാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പ്രദേശമാണ്? ചില്ലാറാണ് കേട്ടോ. ചില്ലാറാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശം ഏതാണ്? ചില്ലാറ് വെച്ചിട്ടാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. താഴെ പറയുന്നവയിൽ സിന്ധുവിൻ്റെ പോഷക നദികൾ അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ സിന്ധുവിൻ്റെ പോഷക നദികൾ അല്ലാത്തത് ഏത്? ഗാഗ്രയാണ് അല്ലേ. ഏതൊക്കെയാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ? രവി, ബിയാസ്, ചിനാബ്. വേറെ ഏതൊക്കെയാണ്? ചലം, വേറെ സത്ലജ്. ഇത്രയും എന്തിൻ്റെയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ് കേട്ടോ. രവി, ബിയാസ്, ചിനാബ്, ചലം, സത്ലജ് എന്നിവ ഏതിൻ്റെയാണ്? സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഓർത്തിരിക്കുക കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ പ്രദേശം. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഉത്തര മഹാസമതലമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഊഷ്മാവും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്ന പ്രതിഭാസത്തെ എന്തു പേര് പറയുന്നു? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഊഷ്മവും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്ന പ്രതിഭാസമാണ് എന്താണ്? നവംബർ ചൂടാണോ? അല്ല അല്ലേ. ഒക്ടോബർ ചൂടാണ്. ഒക്ടോബർ ചൂടാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഊഷ്മവും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്ന പ്രതിഭാസം ഏതാണ്? ഒക്ടോബർ ചൂട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ താപനില ഉയർത്തുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ താപനില ഉയർത്തുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ് അല്ലേ. ലൂ. ഉത്തരേന്ത്യൻ സമതലത്തിൽ താപനില ഉയർത്തുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭൂവിഭാഗം ഏത്? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭൂവിഭാഗം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ഏത്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ക്രമരഹിതമായ ത്രികോണാകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി. ഓർത്തിരിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ക്രമരഹിതമായ ത്രികോണാകൃതി. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തര മഹാസമതലം. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലം ഏതാണ്? ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലം ഏതാണ്? റാബിയാണ്. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലം ഏതാണ്? റാബി. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? റവൈൻസ് എന്നാണ് കേട്ടോ. ഡെസിയാർട്ടിൽ ഒരു ബോക്സിൽ കിടക്കുന്ന കാര്യമാണ്. റവൈൻസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും തുടർച്ചയായി അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകളാണ് റവൈൻസ് എന്ന് പറയുന്നത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ സി കറുത്ത മണ്ണാണ് കേട്ടോ. റിഗർ മണ്ണിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കറുത്ത മണ്ണ് എന്നും അറിയപ്പെടുന്നുണ്ട്. ജൂമിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്? ജൂമിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്?
ഓപ്ഷൻ എ അരുണാചൽ ഹിമാലയത്തിലാണ് കേട്ടോ ഇവർ കണ്ടുവരുന്നത്. അവർ ഏത് ടൈപ്പ് കൃഷിയാണ്? ജൂമിങ് കൃഷി രീതിയാണ് ചെയ്തു വരുന്നത് കേട്ടോ. ഏതൊക്കെയാണ് അവിടുത്തെ ഗിരിവർഗ വിഭാഗം? മോൻപ, മിഷ്മി, നാഗ എന്നിവരാണ് കേട്ടോ. അരുണാചൽ ഹിമാലയത്തിലാണ് ഇവർ കണ്ടുവരുന്നത്. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ ജോഡി ഹിമാലയം, മടക്ക് പർവ്വതം, വിന്ധ്യ സത്പുര, അവശിഷ്ട പർവ്വതം, ആരവല്ലി, ഗണ്ഡപർവ്വതം, ഭാരൻ ദ്വീപുകൾ, അഗ്നിപർവ്വതം. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഹിമാലയം മടക്ക് പർവ്വതമാണ്. ബാരൻ ദ്വീപുകൾ എന്താണ്? അഗ്നിപർവ്വതമാണ്. വിന്ധ്യ സത്പുര എന്ന് പറയുന്നത് എന്താണ്? ഗണ്ഡപർവ്വതമാണ് കേട്ടോ. വിന്ധ്യ സത്പുര എന്ന് പറയുന്നത് എന്താണ്? ഗണ്ഡപർവ്വതമാണ്. ആരവല്ലി എന്താണെന്ന് നമുക്കറിയാം അല്ലേ, ഒരു മടക്ക് പർവ്വതമാണ് അല്ലേ. ആരവല്ലി എന്താണ്? മടക്ക് പർവ്വതമാണ്. വിന്ധ്യ സത്പുര എന്ന് പറയുന്നത് ഗണ്ഡപർവ്വതമാണെന്ന് ഓർത്തിരിക്കുക. ഹിമാലയം മടക്ക് പർവ്വതം, വിന്ധ്യ സത്പുര ഗണ്ഡപർവ്വതം, ആരവല്ലി മടക്ക് പർവ്വതം, ബാരൻ ദ്വീപുകൾ എന്താണ്? അഗ്നിപർവ്വതം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആഗ്നേയശിലകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആഗ്നേയശിലകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഷിസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ഷിസ്റ്റ്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണമല്ലാത്തതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാനൈറ്റും ബസാൾട്ടും ഡൈക്സും ഒക്കെ എന്താണ്? ആഗ്നേയ ശിലകളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡൈക്സ് എന്തിനുദാഹരണമാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ കായാന്തര ശിലകളുടെയും കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. നൈസ്, അതുപോലെ തന്നെ മാർബിൾ ഇതൊക്കെയാണ് കേട്ടോ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നൈസ്, മാർബിൾ, അതുപോലെ തന്നെ സ്ലേറ്റ്, പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഗ്രാഫൈറ്റ്, ഒന്നും കൂടെ അറിഞ്ഞിരിക്കുക സൈറ്റ്. ഇത്രയും എന്താണ്? കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. കായാന്തരിത ശിലയ്ക്ക് ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? നൈസ്, മാർബിൾ, സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, സൈറ്റ് മുതലായവ എന്തിനു ഉദാഹരണമാണ്? കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ അവസാദ ശിലയ്ക്കും കൂടെ നമുക്ക് നോക്കാം. മണൽക്കല്ല്, പിന്നെ ഷെയിൽ, അതുപോലെ തന്നെ ചുണ്ണാമ്പ് കല്ല്, ഇവിടെ ചുണ്ണാമ്പ് എന്ന് എഴുതാം കേട്ടോ. ചുണ്ണാമ്പ് കല്ല്, അതുപോലെ തന്നെ കൽക്കരി, ചോക്ക്, വേറെ ഒന്നും കൂടെ അറിഞ്ഞിരിക്കുക, ഹാലൈറ്റ്. ഇത്രയും എന്താണ്? നമ്മുടെ അവസാദ ശിലയ്ക്കുള്ള ഉദാഹരണങ്ങളാണ് കേട്ടോ. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, ഷെയില്, കൽക്കരി, അതുപോലെ തന്നെ ചോക്ക്, ഹാലൈറ്റ് മുതലായവ എന്തിനു ഉദാഹരണമാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? ഓപ്ഷൻ എ മാൻഡിലാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? മാൻഡിൽ. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണ് എവിടെയാണ്, ഏത് പ്രദേശത്താണ് രൂപപ്പെടുന്നത്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്നത്. പശ്ചിമ അസ്വസ്ഥത ഏത് കാലത്തെ പ്രത്യേകതയാണ്? പശ്ചിമ അസ്വസ്ഥത ഏത് കാലത്തെ പ്രത്യേകതയാണ്? ഓപ്ഷൻ ബി ശൈത്യകാലത്തിൻ്റെയാണ് കേട്ടോ. പശ്ചിമ അസ്വസ്ഥത ഏത് കാലത്തെ പ്രത്യേകതയാണ്? ശൈത്യകാലത്തെ പ്രത്യേകതയാണ്. ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ നീളം എത്ര? ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ നീളം എത്രയാണ്? 6100 കേട്ടോ. 6100 ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ നീളം. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി പാടം ഏതാണ്? ജാറിയ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? പഴയ കൽക്കരി പാടം ജാറിയ ആണ്. മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ മണൽക്കൂനകൾ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരെന്ത്? മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ മണൽക്കൂനകൾ പ്രാദേശികമായി അറിയപ്പെടുന്നത്, മണൽക്കൂനകൾ എന്നല്ല മണൽക്കൂനുകൾ എന്നാണ് കേട്ടോ. മണൽക്കൂണുകൾ പ്രാദേശികമായി അറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ എ ദ്രിയാൻ എന്ന പേരിലാണ് കേട്ടോ. മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ മണൽക്കൂണുകൾ പ്രാദേശികമായി എങ്ങനെ അറിയപ്പെടുന്നു? ദ്രിയാൻ എന്ന പേരിലാണ് കേട്ടോ. ഓർത്തിരിക്കണേ, ദ്രിയാൻ. സർദാർ സരോവർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്?
സർദാർ സരോവർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ ഡി നർമ്മദ. സർദാർ സരോവർ നദീതട പദ്ധതി എവിടെയാണ്? നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നർമ്മദ നദിയുടെ പോഷക നദി അല്ലാത്തതേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നർമ്മദ നദിയുടെ പോഷക നദി അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ഗർണയാണ്. അപ്പോൾ നർമ്മദ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കോലാറ്, ഷെയർ, ബെഞ്ചാർ. അതൊന്ന് ഓർത്തിരിക്കട്ടെ. 3 കോലാറ്, ഷെയർ, ബെഞ്ചാർ എന്തിൻ്റെ? നർമ്മദ നദിയുടെ പോഷക നദിയാണ് അല്ലേ. അനറും ഗിർണയൊക്കെ എന്തിൻ്റെയാണ്? താപ്തി നദിയുടെ പോഷക നദിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഈ 39 ക്വസ്റ്റ്യനാണ് ജിയോഗ്രഫി നമ്മുടെ SCERT-ന്ന്. അപ്പോൾ ഈ 39 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. റിവിഷൻ സമയത്ത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.